അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് ഡിഫ്ലക്ഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ബൈ എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ആണ്. അതായത് നമ്മൾ രണ്ട് ഫ്രെയിമുകൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് വണ്ണ് ലാബ് ഫ്രെയിമും രണ്ടാമത്തത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമുമാണ്. അതിൽ ലബോറട്ടറി ഫ്രെയിമിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇതായിരുന്നു, ഒരു M1 മാസുള്ള പാർട്ടിക്കിൾ U1 വെലോസിറ്റിയിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഒരു M2 മാസുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലുണ്ട്. ആഫ്റ്റർ കൊളീഷൻ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ M1 മാസ് ഒരു V1 വെലോസിറ്റിയിൽ θ1 ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. M2 മാസ് V2 വെലോസിറ്റിയിൽ ഒരു θ2 ആംഗിളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഇതേ പ്രോബ്ലത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബിഫോർ കൊളീഷൻ, സോ ദിസ് ഈസ് ബിഫോർ കൊളീഷൻ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ കൊളീഷൻ. സോ ഇതേ പ്രോബ്ലം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവിടെ M1 മാസ് ഉണ്ട്, ഇവിടെ M2 മാസ് ഉണ്ട്. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൻ്റെ പ്രത്യേകത, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കണം. അതുകൊണ്ട് തന്നെ M1 മാസ് U1 പ്രൈം വെലോസിറ്റിയിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും M2 മാസ് U2 പ്രൈം വെലോസിറ്റിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അതുപോലെ ഇത് കൊളീഷന് ശേഷം ഈ M1 M2 മാസുകൾ രണ്ടും എതിർ ദിശയിൽ V1 പ്രൈം വെലോസിറ്റിയിലും V2 പ്രൈം വെലോസിറ്റിയിലും മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ചില ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. അതായത് ഈ U1 പ്രൈം എന്ന് പറയുന്നത് U1 മൈനസ് V ആണ്, U2 പ്രൈം എന്ന് പറയുന്നത് മൈനസ് V ആണ്, V1 പ്രൈം എന്ന് പറയുന്നത് V1 മൈനസ് V, V2 പ്രൈം എന്ന് പറയുന്നത് V2 മൈനസ് V ആണ്. വേർ ദിസ് V ഈസ് ദി വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ laboratory frame, velocity of center of mass in laboratory frame, and it is M1 U1 divided by M1 plus M2 ആണെന്ന് പറയും. ഇനി ഇവിടെ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് M1 U1 പ്രൈം is equal to minus M2 U2 പ്രൈം ആണെന്നും M1 V1 പ്രൈം is equal to minus M2 V2 പ്രൈം ആണെന്നും. അതായത് the momentum in the center of mass frame of reference, the momentum of the particles in the center of mass frame of reference will be equal and opposite. That is, momentum of particles in center of mass frame is equal and opposite. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, നൗ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് M1 U1 പ്രൈം എന്ന് പറയുന്നത് ഈക്വൽ ടു M2 U2 പ്രൈം, അതായത് ഞാൻ ആ മൈനസിനെ ഒഴിവാക്കുന്നു, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു. അതുപോലെ M1 V1 പ്രൈം ഈസ് ഈക്വൽ ടു M2 V2 പ്രൈം ആണെന്ന് എടുക്കാം. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഇത് എന്താണ്, ഒരു ഇലാസ്റ്റിക് കൊളീഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വാലിഡ് ആണ്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഹാഫ് M1 U1 പ്രൈം സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 പ്രൈം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് M1 V1 പ്രൈം സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 പ്രൈം സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളിത് പ്രൈം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ പറയുന്ന ഏത് ഫ്രെയിമിലാണ്, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണെന്ന് അറിയാം. സോ ദിസ് ഈസ് ഹാഫ് M1 U1 പ്രൈം സ്ക്വയർ പ്ലസ് ഹാഫ് M2 ഇൻറ്റു ഈ U2 പ്രൈം. M2 U2 പ്രൈമിന് പകരം നമുക്ക് U2 പ്രൈമിന് പകരം ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ അനുസരിച്ച് U2 പ്രൈം എന്ന് പറയുന്നത് M1 U1 പ്രൈം ഡിവൈഡഡ് ബൈ M2 ആണെന്നും ഇവിടെ നിന്ന് V2 പ്രൈം എന്ന് പറയുന്നത് M1 V1 പ്രൈം ഡിവൈഡഡ് ബൈ M2 ആണെന്ന് കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ താഴെയുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഹാഫ് M2 ഇൻറ്റു U2 പ്രൈമിന് പകരം
m1 u1 prime divided by m2 whole square is equal to half m1 v1 prime square plus half m2 into v2 prime ന് പകരം m1 v1 prime divided by m2 whole square എന്ന് വരും. സോ ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ ഹാഫ് m1 u1 പ്രൈം സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1 പ്ലസ് m1 ബൈ m2 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു അടുത്ത രണ്ട് ടേമിൽ നിന്ന് ഹാഫ് m1 v1 പ്രൈം സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ എഗെയിൻ ഇത് 1 പ്ലസ് m1 ബൈ m2 എന്ന് വരും. സോ ഈ 1 പ്ലസ് m1 ബൈ m2 തമ്മിൽ ക്യാൻസൽ ആവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ m1 m2 ക്യാൻസൽ ആവും. 1/2 ക്യാൻസൽ ആവും. സോ ദിസ് വിൽ ബി u1 പ്രൈം സ്ക്വയർ ഈസ് ഈക്വൽ ടു v1 പ്രൈം ഓർ u1 പ്രൈം ഈസ് ഈക്വൽ ടു v1 പ്രൈം എന്ന് കിട്ടും. സിമിലർലി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് u2 പ്രൈമിനും v2 പ്രൈമിനും വരുന്നത്. ഇവിടെ u2 പ്രൈമിനും v2 പ്രൈമിനുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഇതിന് പകരം നമ്മൾ u1 പ്രൈമിനും v1 പ്രൈമിനും ഇൻ ടേംസ് ഓഫ് u2 പ്രൈം ആൻഡ് v2 പ്രൈം ആണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് u2 പ്രൈം ഈസ് ഈക്വൽ ടു v2 പ്രൈം ആണെന്ന് കിട്ടും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. u1 പ്രൈം ഈസ് ഈക്വൽ ടു v1 പ്രൈം ആണ്. അതുപോലെ തന്നെ u2 പ്രൈം ഈസ് ഈക്വൽ ടു v2 പ്രൈം ആണ്. അപ്പോൾ നോക്കിയാൽ എന്താണ് u1 പ്രൈം? u1 പ്രൈം എന്ന് പറഞ്ഞാൽ m1 മാസിൻ്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. v1 പ്രൈം എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മാസ് m1 ബിഫോർ ആഫ്റ്റർ കൊളീഷൻ ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഒരു സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വിൽ ബി സെയിം എന്നാണ് കിട്ടിയിരിക്കുന്നത്. കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവുമുള്ള പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. u1 പ്രൈം ഈസ് ഈക്വൽ ടു v1 പ്രൈം ആണെന്നും u2 പ്രൈം ഈസ് ഈക്വൽ ടു v2 പ്രൈം ആണെന്നും. സോ നമുക്കിങ്ങനെ എഴുതാം. Thus, in center of mass frame, the magnitude of the particle velocities are not altered by an ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് ഇവിടെ നടക്കുന്ന കൊളീഷൻ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ കൊണ്ട് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി ഓൾട്ടർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് വെലോസിറ്റി ഷുഡ് റിമെയിൻ സെയിം എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾസോ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ദി സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ can have any value. ഓക്കെ, അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇവിടെ u1 പ്രൈം ഈക്വൽ ടു v1 പ്രൈം u2 പ്രൈം ഈക്വൽ ടു v2 പ്രൈം കിട്ടി. അതിന് മുമ്പ് തന്നെ നമുക്ക് m1 ഇത് v1 പ്രൈം വെലോസിറ്റിയിൽ m1 മൂവ് ചെയ്യുന്നു. ഇവിടെ m2 മാസ് v2 പ്രൈം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഈ ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തത്. ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും പോസിബിൾ ആവാമെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു m1 v1 പ്രൈം എന്ന് പറയുന്നത് ഈക്വൽ ടു m2 v2 പ്രൈം ആണെന്ന് കിട്ടി. അതായത് ദേ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റാ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റാ വരണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ എതിർദിശയിലേക്ക് മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ എതിർദിശയിലേക്ക് മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈ ആംഗിൾ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല, പാർട്ടിക്കിൾ എപ്പോഴും എങ്ങനെ ആയാലും മതി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദി സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ ക്യാൻ ഹാവ് എനി വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ലബോറട്ടറി ഫ്രെയിമിൽ എങ്ങനെയാണ്? ബട്ട് ഇൻ ലാബ് ഫ്രെയിം ദി സ്കാറ്ററിംഗ് ആംഗിൾ ദി സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ 1 ആയിരുന്നു ഇവിടെ സ്കാറ്ററിംഗ് ആംഗിൾ. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണ് നമ്മൾ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. ലാബ് ഫ്രെയിമിൽ തീറ്റ 1 ആയിരുന്നു. ബട്ട് ഇൻ ലാബ് ഫ്രെയിം ദ സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ 1 കനോട്ട് ഹാവ് ഓൾ വാല്യൂസ്. എല്ലാ വാല്യൂസും അതിന് പറ്റത്തില്ല, ചില പർട്ടിക്കുലർ വാല്യൂസ് മാത്രമേ പറ്റത്തുള്ളൂ. കനോട്ട് ഹാവ് ഓൾ വാല്യൂസ്. ഓക്കെ, സോ നമ്മളിനി ആ ആംഗിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാബ് ഫ്രെയിമിൽ എങ്ങനെയായിരുന്നു ആഫ്റ്റർ കൊളീഷൻ സ്കാറ്ററിങ് എടുത്തത്?
ഇവിടെ M1 മാസ് V1 വെലോസിറ്റിയിൽ θ1 ആംഗിളിൽ മൂവ് ചെയ്യുന്നു. M2 മാസ് V2 വെലോസിറ്റിയിൽ θ2 ആംഗിളിൽ മൂവ് ചെയ്യുന്നു. ഇതായിരുന്നു ലാബ് ഫ്രെയിമിൽ. അതേസമയം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ പാർട്ടിക്കിളുകൾ M1 മാസ് V1 പ്രൈം വെലോസിറ്റിയിൽ θ ആംഗിളിൽ മൂവ് ചെയ്യുന്നു. M2 മാസ് V2 പ്രൈം വെലോസിറ്റിയിൽ ഈ ആംഗിൾ θയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സപ്പോസ് നമ്മൾ ഈ ഡയഗ്രത്തിൽ ടാൻ θ1 എടുക്കുന്നു. ടാൻ θ1. അപ്പോൾ ടാൻ θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് θ1. സോ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സോ ഇവിടെ ടാൻ θ1 എന്ന് പറയുന്നത് നമുക്ക് സൈൻ θ1 ബൈ കോസ് θ1 ആണ്. സോ ഞാനിതിനെ V1 സൈൻ θ1 ബൈ V1 കോസ് θ1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഇത് V1 ക്യാൻസൽ ആവും. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സൈൻ θ1 ബൈ കോസ് θ1. സോ ഇത് V1 സൈൻ θ1 ഡിവൈഡഡ് ബൈ V1 കോസ് θ1 ആണ്. നൗ നമ്മൾ നേരത്തെ ഈ V1 V1 പ്രൈം ഇതൊക്കെ തമ്മിലുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. അതായത് V1 പ്രൈം എന്ന് പറയുന്നത് V1 മൈനസ് V ആണെന്നും V2 പ്രൈം എന്ന് പറയുന്നത് V2 മൈനസ് V ആണെന്നും. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ V1 പകരം എനിക്ക് എന്തെഴുതാം? V1 ഈസ് V1 പ്രൈം പ്ലസ് V ആണെന്ന് എഴുതാം. സോ ദിസ് ഈസ് V1 പ്രൈം പ്ലസ് V ഇൻറ്റു സൈൻ θ1. ഇവിടെ ലബോറട്ടറി ഫ്രെയിമിലെ ആംഗിൾ θ1 ആണ്. ഇപ്പം നമ്മൾ ഇത് എങ്ങോട്ടേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വരുമ്പം θ1 എന്ന് പറയുന്ന ആംഗിളിന് പകരം നമുക്ക് θ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ തന്നെ V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V1 പ്രൈം പ്ലസ് V ആണ്. കോസ് θ1 പകരം നമുക്ക് കോസ് θ എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് V1 പ്രൈം സൈൻ θ പ്ലസ് V sin theta divided by this is V1 prime cos theta plus V cos theta ആണ്. അപ്പോൾ ഈ V എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിമാണ്. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിം എന്ന് പറയുന്നത് അത് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരുന്നു ലബോറട്ടറി ഫ്രെയിമിൽ? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആദ്യം ഏത് വെലോസിറ്റിയിലാണ്? നമ്മൾ നേരത്തെ ലബോറട്ടറി ഫ്രെയിമിൻ്റെയൊക്കെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും എന്ത് ചെയ്യും? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അത് ആദ്യം മൂവ് ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊളീഷന് മുമ്പ് ഈ ഇവിടെ സപ്പോസ് കൊളീഷന് മുമ്പ് ഇതിങ്ങനെയായിരുന്നു. M1 U1 പ്രൈം വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. M2 എന്ന് പറയുന്നത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ്, അത് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് വെലോസിറ്റി V ആണ്. അപ്പോൾ കൊളീഷന് ശേഷവും അത് ഏത് ഡയറക്ഷനിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുക? ഇതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ വിക്ക് സൈൻ തീറ്റ കമ്പോണൻ്റ് ഉണ്ടാവില്ല. സൈൻ തീറ്റ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ Y ആക്സിസിലുള്ള കമ്പോണൻ്റാണ്. സിൻസ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് മൂവിങ് ഇൻ ദി എക്സ് ഡയറക്ഷൻ, അതിൻ്റെ Y കമ്പോണൻറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ V സൈൻ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതേസമയം V കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ തീറ്റ ഈക്വൽ ടു 0 ആണ്. കോസ് 0 1 ആണ്. സോ ദിസ് V കോസ് തീറ്റ ഈസ് നത്തിങ് ബട്ട് V ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടാൻ θ1 ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. ടാൻ θ1 ഈസ് V1 പ്രൈം പ്ലസ് V ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ V1 പ്രൈം പ്ലസ് V കോസ് തീറ്റ ആണെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് V1 പ്രൈം സൈൻ തീറ്റ പ്ലസ് ക്യാപിറ്റൽ V സൈൻ തീറ്റ എന്ന് എഴുതി. പക്ഷേ ക്യാപിറ്റൽ V സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ വിക്ക് സൈൻ തീറ്റ കമ്പോണൻ്റ് ഇല്ല. സോ ഇവിടെ മുകളിൽ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ V1 പ്രൈം കോസ് തീറ്റ എന്ന് വരും പ്ലസ് ക്യാപിറ്റൽ V കോസ് തീറ്റ. പക്ഷേ അത് എക്സ് ആക്സിസിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. തീറ്റ 0 ആണ്, കോസ് 0 1 ആണ്. സോ ക്യാപിറ്റൽ V. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടാൻ θ1 ഇക്വേഷൻ വരിക. നോ നമുക്കറിയാം ക്യാപിറ്റൽ V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലാബ് ഫ്രെയിമാണ്. അത് M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണെന്ന് പറഞ്ഞിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു U1 എന്ന് പറയുന്നത്
നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അനുസരിച്ച് u1 പ്രൈം ഈസ് u1 മൈനസ് വി ആണ്. സോ ഇവിടുത്തെ u1ന് പകരം നമുക്ക് വേണമെങ്കിൽ u1 പ്രൈം പ്ലസ് ക്യാപിറ്റൽ വി എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ദാറ്റ് ഈസ് ദിസ് v ഇൻറ്റു m1 plus m2 is equal to m1 u1 prime, sorry m1 into u1 prime plus v. or ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ this is m1 v plus m2 v minus m1 v is equal to m1 u1 prime എന്ന് വരും. അതായത് റൈറ്റ് സൈഡിലുള്ള ഒരു ടേമിനെ കൂടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. സോ ഇത് തമ്മിൽ ക്യാൻസൽ ആവും. or this v is equal to m1 u1 prime divided by m2 എന്ന് വരും. m1 u1 prime divided by m2. so this is equal to, നമുക്ക് നേരത്തെ അറിയാം m1 u1 prime എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു m1 v1 പ്രൈമിനോട് ഈക്വൽ ആണ്. m1 u1 prime is equal to m1 v1 prime ആണ്. സോ ഇവിടെ നമ്മൾ m1 v1 prime എന്ന് നമുക്ക് കൊടുക്കാം. സോ this implies, അതിൻ്റെ കാരണം എന്താണ്, സിൻസ് u1 prime is equal to v1 prime ആണ്. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത u1 prime is equal to v1 prime. അതായത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ കൊളീഷന് മുമ്പുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും കൊളീഷന് ശേഷമുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ m1 u1 പ്രൈമിൽ u1 പ്രൈമിന് പകരം ഇവിടെ v1 പ്രൈം എന്ന് കൊടുത്താലും തെറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ m1 u1 പ്രൈം ബൈ m2 is equal to m1 v1 പ്രൈം ഡിവൈഡഡ് ബൈ m2 എന്ന് എഴുതി. ഇത് നമ്മൾ ഇൻ ബിറ്റ്വീൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇപ്പോൾ ആംഗിൾ ടാൻ തീറ്റ 1 എന്ന് പറയുന്നത് this tan theta 1 is equal to v1 prime sin theta divided by v1 prime cos theta plus capital V എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നമ്മൾ ക്യാപിറ്റൽ വി എന്താണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ വി ഈസ് m1 v1 പ്രൈം ഡിവൈഡഡ് ബൈ m2 ആണെന്ന് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടാൻ തീറ്റ 1ന് പകരം നമുക്ക് v1 പ്രൈം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ v1 പ്രൈം കോസ് തീറ്റ പ്ലസ് ക്യാപിറ്റൽ വിക്ക് പറഞ്ഞാൽ m1 v1 പ്രൈം ഡിവൈഡഡ് ബൈ m2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ടേമിലും v1 പ്രൈം ഉണ്ട്. v1 പ്രൈമിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വിൽ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് m1 ബൈ m2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ടാൻ തീറ്റ 1. So here this tan theta 1 is equal to sin theta divided by cos theta plus m1 by m2 എന്ന് കിട്ടും. So remember this equation. Okay, അപ്പോൾ ഇവിടെ നമ്മളിനി ഇതിൻ്റെ 2-3 ഡിഫറെൻറ്റ് കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ടാൻ തീറ്റ 1 is equal to sin theta divided by cos theta plus m1 by m2 എന്നാണ് കിട്ടിയത്. ഇവിടെ എന്തൊക്കെയായിരുന്നു m1 m2 എന്ന് പറയുന്നത് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ എടുത്തു കഴിഞ്ഞാൽ m1 എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1ഉം m2 എന്ന് പറയുന്നത് റെസ്റ്റിലായിരുന്നു. അതേസമയം ഇതേ കാര്യത്തെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ m1 എന്ന് പറയുന്ന മാസ് u1 പ്രൈം വെലോസിറ്റിയിൽ റൈറ്റ് സൈഡിലേക്കും m2 എന്ന് പറയുന്ന മാസ് u2 പ്രൈം വെലോസിറ്റിയിൽ ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഏത് ഫ്രെയിമാണ്? ദിസ് ഇസ് എ ലബോറട്ടറി ഫ്രെയിം ആൻഡ് ദിസ് ഇസ് ദി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഇത് ബിഫോർ കൊളീഷൻ കേസാണ്. ഓക്കെ, നൗ ആഫ്റ്റർ കൊളീഷൻ എങ്ങനെയായിരുന്നു? ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഈ പറഞ്ഞ പാർട്ടിക്കിൾ 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് θ1, ദിസ് ആംഗിൾ ഇസ് θ2, m1 v1, ഇവിടെ m2 v2. ഇനി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇതിന് രണ്ടും സെയിം ആംഗിൾ തീറ്റയിൽ, ഒന്ന് m1 v1 പ്രൈം, ഇവിടെ m2 v2 പ്രൈം. ഇതാണ് കേസ്. ദിസ് ഈസ് ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ബിഫോർ കൊളീഷൻ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഇവിടെ സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഈ ഇക്വേഷൻ പ്രകാരം ടാൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് m1 ബൈ m2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിതിനെ പല കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. കേസ് 1, അതായത് സപ്പോസ് ഇഫ് m1 ഈസ് ഗ്രേറ്റർ ദാൻ m2. m1 ആണ്, m2 എന്ന് പറയുന്ന പാർട്ടിക്കിളാണ് റെസ്റ്റിലുണ്ടായിരുന്നത്. അപ്രോച്ച് ചെയ്ത പാർട്ടിക്കിളാണ് m1. സപ്പോസ് m1ൻ്റെ മാസ് m2വിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഇഫ് M1 ഈസ് ഗ്രേറ്റർ ദാൻ M2 നമുക്ക് പറയാം ഈ M1/M2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എപ്പോഴും M1/M2 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതിൻ്റെ അർത്ഥം ദിസ് ഇംപ്ലൈസ് ഡിനോമിനേറ്റർ, അതായത് നമ്മുടെ ടാൻ തീറ്റ 1 എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്റർ ക്യാൻ നെവർ ബി സീറോ. അതിൻ്റെ കാരണം എന്താ? ഈ കോസ് തീറ്റയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ മിനിമം വാല്യൂ -1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കോസ് തീറ്റയുടെ മിനിമം വാല്യൂ -1 ആണ്. M1/M2 എപ്പോഴും +1 കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവാൻ പറ്റില്ല? ഡിനോമിനേറ്ററിന് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ക്യാൻ നെവർ ബി 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടാൻ തീറ്റ 1 എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റിയിലും താഴെയായിരിക്കും. കാരണം ഡിനോമിനേറ്റർ 0 ആവുമ്പോഴാണ് എന്താവുന്നത്? ടാൻ തീറ്റ ഇൻഫിനിറ്റി ആവുന്നത്, ടാൻ തീറ്റ 1 ഇൻഫിനിറ്റി ആവുന്നത്. സോ ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടാൻ തീറ്റ 1 എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റിയേക്കാൾ ചെറുതായിരിക്കും. ഈ ടാൻ തീറ്റ എപ്പോഴാണ് ഇൻഫിനിറ്റി ആവുക? അതായത് ടാൻ തീറ്റ 1 എപ്പോഴാണ് ഇൻഫിനിറ്റി ആവുക? ടാൻ തീറ്റ 1 ഇൻഫിനിറ്റി ആവുന്നത് തീറ്റ 1 π/2 ആകുമ്പോഴാണ്. സോ ടാൻ തീറ്റ 1 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി മീൻസ് തീറ്റ 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ π/2 ആയിരിക്കും. ഓക്കെ, തീറ്റ 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ π/2. സോ നോക്കിയാൽ തീറ്റ 1 എന്ന് പറയുന്ന ആംഗിൾ ഏതാ? ലബോറട്ടറി ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ ഇങ്ങനെ ഈ M1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ തീറ്റ 1 ആംഗിളിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ തീറ്റ 1 എപ്പോഴും π/2 ചെറുതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ഇഫ് എ ഹെവി പാർട്ടിക്കിൾ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ലൈറ്റ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ്, ദ ഹെവി പാർട്ടിക്കിൾ വിൽ നോട്ട് ബൗൺസ് ബാക്ക്വേർഡ്. The heavy particle will not bounce backward. അർത്ഥം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് if a heavy particle is incident on a light particle at rest, the heavy particle will not bounce backward. ഓക്കെ, അതായത് നമ്മളിവിടെ എങ്ങനെ എടുത്തേ? ഈ M1 എന്ന് പറയുന്ന മാസ് U1 വെലോസിറ്റി മൂവ് ചെയ്യുന്നു, M2 മാസ് റെസ്റ്റിലാണെന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ എടുത്ത കേസ് എന്തായിരുന്നു? M1 ഗ്രേറ്റർ ദാൻ M2 എന്നാണ്. അതായത് ഇവിടെ M1 ഹെവി പാർട്ടിക്കിളും M2 എന്ന് പറയുന്നത് ലൈറ്റ് പാർട്ടിക്കിളുമാണ്. So if M1 is greater than M2, അതായത് if a heavy particle is incident on a light particle at rest, the heavy particle will not bounce backward. അതിൻ്റെ കാരണം നമുക്കിവിടെ കിട്ടിയിരുന്നു ഈ കേസിൽ തീറ്റ 1 എന്താണ്? ലെസ് ദാൻ π/2 ആണെന്ന് കിട്ടി. അപ്പോൾ തീറ്റ 1 ലെസ് ദാൻ π/2 ആണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ തീറ്റ 1 എന്ന് പറയുന്ന ആംഗിൾ? ഈ ആംഗിളാണ് തീറ്റ 1 എന്ന് പറയുന്നത്. സോ തീറ്റ 1 π/2 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, തീറ്റ 1 ഇങ്ങനെ ആവുക. സോ തീറ്റ 1 π/2 താഴെയാണെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഈ റേഞ്ചിലുള്ള ആംഗിളുകൾ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഒരിക്കലും ഒരു ഹെവി പാർട്ടിക്കിൾ ഒരു ലൈറ്റ് പാർട്ടിക്കിളിനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല? തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. നൗ രണ്ടാമത്തെ കേസ്. ഓക്കെ, കേസ് 2. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. ടാൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് M1/M2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. സപ്പോസ് M1 ഈക്വൽ ടു M2 ആണ്, രണ്ടും ഒരേ മാസമാണ്. M1 ഈക്വൽ ടു M2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം M1/M2 എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി M1/M2 1 ആവുകയും നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈഫ് കോസ് തീറ്റ ഈക്വൽ ടു -1, കോസ് തീറ്റയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും പറ്റും. സപ്പോസ് കോസ് തീറ്റ -1 ആവുന്ന കേസിൽ ഡിനോമിനേറ്റർ എന്തായി പോവും? ഡിനോമിനേറ്റർ വിൽ ബി 0. കാരണം M1/M2 1 ആണ്. അപ്പോൾ കോസ് തീറ്റ -1 ആകുമ്പോൾ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന കേസിൽ ഹെൻസ് തീറ്റ 1 ഡിനോമിനേറ്റർ 0 ആയാൽ ടാൻ തീറ്റ എന്താവാം? ടാൻ തീറ്റ ഇൻഫിനിറ്റി ആവാം. തീറ്റ 1 എന്താവാം? π/2 ആവാം. സോ തീറ്റ 1 ക്യാൻ ഹാവ് എനി വാല്യൂസ്, അപ് ടു π/2. അപ്പോൾ π/2 വരെയുള്ള എല്ലാ വാല്യൂസും ഇതിന് പോസിബിളാണ്. മുമ്പത്തെ കേസ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? π/2 താഴെയായിരുന്നു വാല്യൂസ് വെൻ M1 ഈസ് ഗ്രേറ്റർ ദാൻ M2. ഇവിടെ M1 ഈക്വൽ ടു M2 വരുമ്പോൾ π/2 അടക്കം ഉള്ള π/2 വരെയുള്ള എല്ലാ വാല്യൂസും ഇതിന് പോസിബിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി കേസ് 3. സപ്പോസ് M1 ഈസ് ലെസ് ദാൻ M2, അതായത് റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളാണ് ഹെവി പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം M1/M2 എന്തായിരിക്കും?
ലെസ് ദാൻ 1 ആയിരിക്കും. m1/m2 ലെസ് ദാൻ 1 ആവുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആവുകയും m1/m2 ലെസ് ദാൻ 1 ആവുകയും ചെയ്തു കഴിഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ tan theta 1 can have negative values. tan theta 1 ന് നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ ആണ്. tan theta 1 നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം theta 1 can have any values. theta 1 ന് ഏത് വാല്യൂസ് വേണമെങ്കിലും പോസിബിൾ ആണ് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഡിഫ്ലക്ഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ബൈ എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ ലബോറട്ടറി ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ആ 3 ഇക്വേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഇതേ പ്രോബ്ലത്തെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ദെൻ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെയും ലബോറട്ടറി ഫ്രെയിമിലെയും ഇക്വേഷൻസ് ഓഫ് മോഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കൊളീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അതൊരു ഇലാസ്റ്റിക് കൊളീഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി കൂടുതൽ തരത്തിലുള്ള കൊളീഷൻസിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.